ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് കണ്ട ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുകയായിരുന്നു. നരേന്ദ്രമോദി പോയി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യം വന്നു, എനിക്ക് ഗുജറാത്ത് ഭൂകമ്പം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. കേശുഭായ് പട്ടേലിനെ പോലെ തന്നെ തനിക്കും ആ ഗുജറാത്ത് ഭൂകമ്പത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അതേ തുടർന്ന് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഗുജറാത്ത് കലാപം, ഗോദ്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്ത് കലാപം. ഇപ്പോഴും നമുക്കറിയില്ല ഗോദ്ര എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഒരു വലിയ ദുരന്തത്തെ മറികടക്കാൻ ആ സംസ്ഥാനത്ത് വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മാധ്യമ ശ്രദ്ധ മാറ്റിയതെങ്കിൽ, പൊതുശ്രദ്ധ മാറ്റിയതെങ്കിൽ സമാനമായ വിധത്തില് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുകയുണ്ടായി. പക്ഷേ ആ തിരിച്ചടിക്ക് ശേഷം വയനാട് ദുരന്തത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന തിയറിയായിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ വ്യക്തമായിട്ടല്ലേ ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ. എന്താണ് പ്രതീക്ഷിത കണക്ക്, എന്താണ് ചെലവായത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതൊന്നുമല്ല. ആ നിലയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. നമ്മുടെയൊക്കെ മുന്നിലെ, മാധ്യമങ്ങളുടെ മുന്നിലെ പലതരം കടലാസ് കഷ്ണങ്ങൾ വരുന്നതാണ്. അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പേരുകളിലോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ചാനലുകളിലോ മാധ്യമപ്രവർത്തകർക്ക് അവ തിരിച്ചറിയാൻ കഴിയാത്ത ശേഷിക്കുറവുമില്ല. പക്ഷേ നോക്കുക, ഈ ഓണക്കാലം എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോയത് എന്ന്. ഈ ഓണക്കാലം സപ്ലൈകോയിലെ സാധനങ്ങൾ ഉണ്ടാകില്ല, സിവിൽ സപ്ലൈസിലെ വേണ്ടത്ര ഇടപെടൽ നടത്താനാകില്ല, ക്ഷേമ പെൻഷൻ ഉണ്ടാകില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാത്തുകെട്ടി നിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങള്. പക്ഷേ നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാർ, പിണറായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലെ ചട്ടം 300 പ്രകാരം പ്രഖ്യാപിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകും, ഈ ഓണക്കാലത്ത് സപ്ലൈകോ കൃത്യമായി പ്രവർത്തിക്കും, സിവിൽ സപ്ലൈസ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പ്രവർത്തിക്കുമെന്ന്. KSRTC അവിടെ പെൻഷൻ നൽകുന്നതിനോ ശമ്പളം നൽകുന്നതിനോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾക്ക് കുൽസിത പ്രവർത്തനത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 17 കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത, ആ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട്, സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങളിൽ ഈ ഓണക്കാലത്ത് എത്തിച്ച് ഈ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്താണ് സാധാരണഗതിയിൽ നോക്കുക, ഈ ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐക്കാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്പിറസി തിയറിയുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള കോൺസ്പിറസി തിയറി എത്രയാണ് എന്നെ സംബന്ധിച്ച വല്ല ബോധ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എവിടെയൊക്കെയാണ് ഭൂപരിഷ്കരണം മുതല്, ട്രാക്ടർ മുതല്, കമ്പ്യൂട്ടർ മുതല്, AI മുതല് ഇങ്ങോട്ടേക്ക് 100 കണക്കിന് കോൺസ്പിറസി തിയറികളാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന കണ്ണി മാത്രമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരം കോൺസ്പിറസി തിയറികൾ നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ കോൺസ്പിറസി തിയറികളൊക്കെ ആകാശത്ത് നിന്ന് നേരെ പൊട്ടിത്താഴേക്ക് വീഴുന്നതല്ല. ഇവയൊക്കെ തന്നെയും ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ബിജെപിക്കും കോൺഗ്രസിനും ഈ സംസ്ഥാനത്ത് ഇത്തരം വ്യവസായശാലകളുണ്ട്. ഈ കോൺസ്പിറസി തിയറികൾ ഇങ്ങനെ തുറന്നുവിടുന്ന വ്യവസായശാലകളുണ്ട്. ആ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ SFI ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ, ഡിവൈഎഫ്ഐ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ നിങ്ങൾ എത്ര കണ്ട് പ്രതിരോധിച്ചാലും നിങ്ങൾക്ക് അതിനൊരു തടസ്സവാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾ എപ്പോ പ്രതിരോധിക്കുന്നുവോ അതിന്റെ 1000 മടങ്ങ്
10,000 മടങ്ങ് നുണപ്രചരണം ഈ വ്യവസായശാലകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ആവശ്യം കേരളത്തിൽ. മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു പേനയുന്നുക ശക്തരാവുക എന്ന്. ഇന്ന് കീബോർഡുകൾ കീഴടക്കിയില്ല എങ്കിൽ നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥ. നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തമ ഉദാഹരണമാണ്. ഈ രാജ്യത്തെ സകല കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടേതായ ഇച്ഛയ്ക്കനുസരിച്ച് നരേന്ദ്രമോദിക്ക് ഓശാന പാടിയപ്പോ ഒരു ധ്രുവരാജ് മതിയായിരുന്നു, ഒരു രവീഷ് കുമാർ മതിയായിരുന്നു ആ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഈ ഒരു നരേന്ദ്രമോദിയുടെ കങ്കാണിമാരായി മാറിയപ്പോ ആ കങ്കാണിമാർക്കെതിരായിട്ടുള്ള പ്രതിരോധം ഈ ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ധ്രുവറാട്ടി, അവനൊരു സാധാരണക്കാരിൽ, നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരുത്തനാണ്. രവീഷ് കുമാർ NDTV അദാനി പിടിച്ചെടുത്ത ഘട്ടത്തില് വീട്ടിലിരുന്നു കൊണ്ട് തന്റെ വാട്സാപ്പില് രാജിക്കത്ത് എഴുതിയതാണ്, നാളെ എന്തെന്നറിയാതെ. പിന്നീട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകള്, ഇന്ത്യയിലെ യുവജനങ്ങള്, ഇന്ത്യയിലെ കർഷകര്, ഇന്ത്യയിലെ തൊഴിലാളികള് ധ്രുവറാട്ടിയെ കണ്ടു തുടങ്ങി, രവീഷ് കുമാറിനെ കണ്ടു തുടങ്ങി. അപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനേക്കാൾ ഊക്കോടുകൂടി ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കാൻ ധ്രുവറാട്ടിക്കും രവീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധ്രുവറാട്ടിക്ക് നോക്കണം, ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പോയ ആ ചെക്കനാണ്. ആ ചെക്കന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള, കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള, കേരളത്തിലെ ചരിത്രം അറിയുന്ന DYFI സഖാക്കൾക്ക് അത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ.